നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ വിവിധ തുറമുഖങ്ങളിലേക്ക് ക്രൂസ് കപ്പൽ സർവീസ് നടത്തുന്ന കാര്യം സജീവമായി പരിഗണിച്ച് തുറമുഖ വകുപ്പിന് കീഴിലെ കേരള മാരിടൈം ബോർഡ് ഇത് സംബന്ധിച്ച് താൽപര്യമറിയിച്ച സംരംഭകരുമായി 19-ന് എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി ബോർഡ് ചെയർമാൻ NS പിള്ള. 19-ന് രാവിലെ 11-ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലേക്ക് 10-ലേറെ ബന്ധപ്പെട്ട കമ്പനി അധികൃതർ താൽപര്യമറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംരംഭകർ ആവശ്യപ്പെടുന്ന നിയമാനുസൃത സഹായങ്ങൾ, സൗകര്യങ്ങൾ തുടങ്ങിയവ എന്താണെന്ന് അറിയുന്നതിനായാണ് കൂടിക്കാഴ്ച. അതിനുശേഷമാണ് താൽപര്യ പത്ര സമർപ്പണം. ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ കഴിഞ്ഞാൽ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ക്രൂസ് കപ്പൽ സർവീസ് തുടങ്ങിയാൽ വിഴിഞ്ഞത്ത് നിന്ന് ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ സമീപ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആഡംബര യാത്ര കപ്പൽ സർവീസുകൾ ഉണ്ടാകും. വിഴിഞ്ഞത്ത് നിന്ന് കൊല്ലം, ബേപ്പൂർ, മംഗളൂർ തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് രാത്രി പകൽ ഉല്ലാസ ആഡംബര യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ ശ്രീലങ്ക പോലുള്ള സമീപ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസുകൾ വിഴിഞ്ഞം, കൊല്ലം തുറമുഖങ്ങളിൽ നിന്ന് വിദേശ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നിയമാനുസൃത അനുമതികളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്രൂസ് കപ്പൽ സർവീസ് തുടങ്ങുന്നതിന് സഹായകരമാണെന്ന് ചെയർമാൻ പറഞ്ഞു. ISPS കോഡ്, ഇറിഗേഷൻ ചെക്ക് പോസ്റ്റ്, കടൽ വഴിയുള്ള ക്രൂസ് കപ്പൽ സർവീസ് കൂടാതെ കേരളത്തിലെ നദികൾ, കായലുകൾ എന്നീ ഉൾനാടൻ ജലാശയങ്ങളിലൂടെയും ആഡംബര ഉല്ലാസയാത്ര പദ്ധതിയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും 19-ന് ചർച്ച ചെയ്യും.